ഹലോ, നമുക്ക് ഇന്ന് ഫാഷൻ ഫ്രൂട്ടിൻ്റെ തോട് വെച്ചിട്ട് കുറച്ച് കാരൊക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ലാണ്ട് തന്നെ കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. പിന്നെ ഇതൊക്കെ ഞാൻ നല്ലെണ്ണയിലാണ് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുള്ളത്. കുറച്ച് പിന്നെ നമ്മൾ ഇതിനകത്ത് അച്ചാർ പൊടിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. മറ്റേ കാശ്മീരി ചില്ലി പൗഡറാണ്. നല്ലെണ്ണയിലൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഫാഷൻ ഫ്രൂട്ടൊക്കെ മിക്ക വീട്ടിലും ഇപ്പം കാണുമല്ലോ അല്ലേ. പിന്നെ അതാ ഞാൻ ഇതിനകത്ത് കുറച്ച് കായൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കായൊക്കെ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണേ. പിന്നെ അത് ആദ്യമായിട്ടാണ് ഞാൻ ഒന്ന് ഫാഷൻ ഫ്രൂട്ടിൻ്റെ തോട് വെച്ചിട്ട് ഒന്ന് അച്ചാറിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കുറച്ച് ഇതിനകത്ത് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വിനാഗിരിയും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ആദ്യമേ പറയുകയാണ്, എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കുറച്ചിതാ ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇച്ചിരി ശർക്കര ചേർക്കാം, പക്ഷേ നമ്മൾ ഈത്തപ്പഴം ചേർത്തുകൊണ്ട് ശർക്കരയുടെ ആവശ്യമില്ല. ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. പക്ഷേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഓക്കെ, ബായ്. ഹലോ, നമുക്ക് ഇന്ന് ഫാഷൻ ഫ്രൂട്ടിൻ്റെ തോട് വെച്ചിട്ട് കുറച്ച് കാരൊക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ലാണ്ട് തന്നെ കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. പിന്നെ ഇതൊക്കെ ഞാൻ നല്ലെണ്ണയിലാണ് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുള്ളത്. കുറച്ച് പിന്നെ നമ്മൾ ഇതിനകത്ത് അച്ചാർ പൊടിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. മറ്റേ കാശ്മീരി ചില്ലി പൗഡറാണ്. നല്ലെണ്ണയിലൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഫാഷൻ ഫ്രൂട്ടൊക്കെ മിക്ക വീട്ടിലും ഇപ്പം കാണുമല്ലോ അല്ലേ. പിന്നെ അതാ ഞാൻ ഇതിനകത്ത് കുറച്ച് കായൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കായൊക്കെ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണേ. പിന്നെ അത് ആദ്യമായിട്ടാണ് ഞാൻ ഒന്ന് ഫാഷൻ ഫ്രൂട്ടിൻ്റെ തോട് വെച്ചിട്ട് ഒന്ന് അച്ചാറിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കുറച്ച് ഇതിനകത്ത് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വിനാഗിരിയും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ആദ്യമേ പറയുകയാണ്, എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കുറച്ചിതാ ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇച്ചിരി ശർക്കര ചേർക്കാം, പക്ഷേ നമ്മൾ ഈത്തപ്പഴം ചേർത്തുകൊണ്ട് ശർക്കരയുടെ ആവശ്യമില്ല. ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. പക്ഷേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഓക്കെ, ബായ്.